അച്ചാട്ടിന്. ഞാൻ എന്താ വലിയ സംഭവം എന്താ വിചാരം, വലിയ യൂട്യൂബർ അച്ചാന്ന് വിചാരം. എന്താ പറയുക, നമ്മളെ ഉണ്ടോ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് മാനുണ്ട്. മേ ഐ കം ഇൻ ഗൈസ്? ഹായ് ഗൈസ്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്നൊരു യാത്രയാണ്. നേരെ കൊണ്ടാ വെച്ചാൽ ഊട്ടി. ഞാനും ഉണ്ട്, നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അജു. ഓക്കെ, ഇതാ ഇതിൻ്റെ മോളെ നമ്മൾ പോകണം കേട്ടോ. റൈഡ് ആൻഡ് വൈബ് ഇതട്ടോ, ഈ വണ്ടീൻ്റെ മുകളിൽ നമ്മൾ പോകണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് യാത്രയാണ്. ഇങ്ങനെ ഇൻഷാല്ല ഒരുപാട് യാത്രയൊക്കെ വരാണ്ട്, ഫുൾ ട്രാവൽ ബ്ലോഗൊക്കെ വരാണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എണ്ണ അടിച്ചിരിക്കുന്നത് 1,250 നമ്മൾ എണ്ണ അടിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ മുത്തങ്ങ, വന്ദിപ്പൂര്, ഊട്ടി ആ ഒരു ഏരിയ മൊത്തമായിട്ട് കറങ്ങാൻ പ്ലാൻ. അതായത് നമുക്ക് നോക്കി വെക്കാം എന്താ വെച്ചാൽ എണ്ണ അടിച്ചിട്ട് എത്ര ദൂരെ പോയി വരാൻ പറ്റും, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. എന്താ വെച്ചാൽ എൻ്റെ ചാനലിലെ ഫസ്റ്റ് ബ്ലോഗ് കേട്ടോ. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാല്ലാ ഇനി ഒരുപാട് വ്ളോഗ്സൊക്കെ ഇനി വരാണ്ട് കേട്ടോ. ഒരുപാട് വ്ളോഗ്, ട്രാവൽ വ്ളോഗൊക്കെ വരാണ്ട്. എല്ലാവരും വെച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക ഊട്ടിയിലേക്ക് പോകണം. നല്ല വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, മോർണിംഗ് വേറെ തന്നെ വൈബ് കേട്ടോ. അടിപൊളി വൈബ് ഗായ്സ്. അപ്പോൾ ഇതാ കൊടുകളിലെത്തി. നമ്മൾ നേരെ പിടിക്കാൻ പോകണം മുത്തങ്ങ, വന്ദിപ്പൂര് ആ റൂട്ടാണ് പിടിക്കാൻ പോകുന്നത്. അടിവാരെത്തി നമ്മളിങ്ങനെ ചായ കുടിക്കാന്ന് വെച്ച്. ഇതെന്താ വെച്ചാൽ മറ്റേ എന്താ പറയുക, ചക്കപ്പം എന്ന് പറഞ്ഞ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വെച്ച്. രാവിലെ തന്നെ വേറെ തന്നെ മൂടാട്ടോ. രാവിലെ തന്നെ ഫ്രഷ് മൈൻഡിലെ ചായ കുടിക്കണത്. എന്താ രാവിലെ തന്നെ വേറെ തന്നെ ഒരു മൂടാണ്. നല്ല ഫ്രഷ് മൈൻഡിലൊരു ചായ. ഓക്കെ, കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. മൂന്നാം ചുരത്തിൻ്റെ മുകളിലെത്തിട്ടോ. ഇവിടെ എന്താ വെച്ചാൽ രാവിലെ ചില ടൈം ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ബ്ലോക്കാണ് ചില ടൈം. ഇതാ നമ്മൾ ഡ്രൈവർ ആക്കി. ഇതാ പിന്നെ വയനാട് കാണാത്തവരുണ്ടാവില്ലേ, അത് കുറച്ച് വിഷ്വൽസാണ്. എന്താ വെച്ചാൽ ഈ മൂന്നാം ചുരത്തിൽ കണ്ടില്ല നിങ്ങൾ, ഇവിടെ ചെറിയ ചെറിയ ഇങ്ങനെ ഓരോ വീടൊക്കെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ നോക്കണ ഒരു വീട്, പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല, അവിടെയൊക്കെ ഓരോരോ വീടാണ്. അതിൻ്റെ ഉള്ളിൽ അതൊരു വീട് കണ്ടോ. ഇത് മൂന്നാം ചുരത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഒരു നദിയൊക്കെ ഉണ്ട് കേട്ടോ. നദിയിൽ വെള്ളം ഒഴിക്കണ്ടില്ലേ. മൂന്നാം ചുരം എങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ കുറേ എന്താ പറയുക ബിൽഡിങ് കാര്യം. അത് പിന്നെ നമ്മളെ താഴത്തുനിന്ന് വരുമ്പോഴാണ്. ഇതാണ് മൂന്നാം ചുരം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പിടിക്കാം കേട്ടോ. നേരെ കയറാണ്. ചുരം കയറി കഴിഞ്ഞിട്ടോ എന്താച്ചാൽ കുറച്ച് ലാഗാണ്. ഫുള്ള് ബ്ലോക്ക് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. ചില ടൈം രാവിലെ 7 മണി ആയി കഴിഞ്ഞാൽ എത്ര ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ചില ടൈം അങ്ങനെ ആയിരിക്കും, ചില ടൈം ഇങ്ങനെ ആയിരിക്കും. ഇന്ന് പിന്നെ കുറച്ച് ലാഗായിട്ട് കഴിഞ്ഞിട്ടോ. അത് നമ്മളങ്ങനെ ചുരത്തിയപ്പോഴാണ് എന്ത് കുറേ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ കണ്ടാണ്, അവിടെ ഒരാളിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, അങ്ങനെ ഫോട്ടോ എടുക്കരുത്. കണ്ടോ, അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരിക്കലും എന്താക്കരുത്, അങ്ങനെ എടുക്കരുത്. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്താ പറയുക, അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. കണ്ടോ, ആ ലോറിയൊക്കെ പോകണുണ്ട് നിങ്ങൾ, വല്ലാത്ത സീനാണ് സംഭവം. വേറെ തന്നെ വൈബായിരിക്കും. വൈബാണ്. പക്ഷേ നമ്മളെന്താക്കണം, നമ്മളെ കംഫർട്ട് നോക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ.
എന്താ ചിലപ്പോൾ ചെറിയ മക്കളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ ഇവിടെ എത്തി കായ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ അർജുൻ നമ്മളെ കൂടെ ഡ്രൈവർ റൈഡ്. നമ്മളിതാ ഇമ്പൾസിൻ്റെ മുകളിലോട്ട് ഇറങ്ങിയത്. സോറി, ഇമ്പൾസ് ഇല്ല, എക്സ്പൾസ്. പക്ഷെ എന്താ വെച്ചാൽ കണ്ടോ, ഇതൊക്കെ വയനാട്ടിലേക്കുള്ള ഫുള്ള് യാത്ര. കുറേ ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ പെരുന്നാൾ അതിൻ്റെ അടുത്ത്, ഇപ്പോൾ പെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസമാണ്. എന്താ വെച്ചാൽ കുറേ ഫാമിലീസ് വരുന്നുണ്ട്. പക്ഷെ വയനാട് പറയുമ്പോൾ അങ്ങനെ നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാൽ എന്താണ്, വയനാട് മടുക്കില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതാണ് വയനാടിൻ്റെ ഒരു ഇതാ. മൈസൂർ റോഡ് എത്തിട്ടോ. ഇതാണ് മൈസൂർ റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരും. ഈ റോഡിനാണ് മൈസൂരിലേക്ക് പോവുക. ഓക്കെ, ഈ റോഡിനും പോവാം. പിന്നെ ഇതിനപ്പുറം ഒരു റോഡുണ്ട്, ആ റോഡിനും പോവാം. നമ്മൾ രാവിലെ ഒന്ന് ഇറങ്ങുമ്പോൾ കഴിച്ചിട്ടില്ലേ. നമ്മളിതാ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ എന്താ കഴിക്കാച്ച് അജുണ്ട്. അജു തന്നെ സെറ്റായിക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഴിച്ചിട്ട് നോക്കാം. മസാല ദോശ കഴിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ മുത്തങ്ങ ടു വന്ദിപ്പൂര്. ഓക്കെ, മുത്തങ്ങയിലേക്ക് പോകണ വയ്യാട്ടോ. ഈ റോഡുണ്ട് നിങ്ങൾ. ഈ റോഡിൽ വരാണെങ്കിൽ നല്ല കടുവ ആനയൊക്കെ ഇറങ്ങുന്ന റോഡാട്ടോ. കടുവ, ആന, പുലി കണ്ടില്ല ഈ റോഡ്. അപ്പോൾ ഇതാ ഫോറസ്റ്റ് എത്താനായിട്ടോ ആ റോട്ടിലാണ് ഉള്ളത്. ഇതാ പിന്നെ ഇവിടെ ഇങ്ങനെ നേരെ നോക്കുകയാണെങ്കിൽ ഒരു നദി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു നദി ഇങ്ങനെ വരുന്നുണ്ട്. കറക്റ്റാണ്, നല്ലൊരു വ്യൂ. ഫോറസ്റ്റിലേക്ക് പോകണ വഴിയിൽ ഇതാ ആനട്ടോ. ആനക്കൂട്ടം കണ്ടില്ലേ നിങ്ങൾ. ഇത്ര നല്ല കാഴ്ചകളാട്ടോ ആന. ഇതാ എന്താ പറയുക, നമ്മളെ ഉണ്ടോ അല്ല മോനെ. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് മൃഗങ്ങളൊക്കെ നടക്കുന്ന വഴികളാട്ടോ. ഫുള്ള് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആന, പുലി, കടുവ, മറ്റേ അങ്ങനെ കുറേ മാന്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉള്ള ഏരിയ ആണ്. കണ്ടില്ല, അങ്ങനത്തെ ഒരു ഏരിയ. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ഫോറസ്റ്റ് വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചവിടെ വിഷ്വൽസൊക്കെ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അടിപൊളി റോഡിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുക്കാൻ പറ്റിയില്ല. എന്താ ചെയ്താൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസാണ്. ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതങ്ങനെ ഈ റോട്ടിന് നേരെ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. അവിടെ ഇതോടൊക്കെ പോണേ ഈ റോഡ്. ഇത് നേരെ മൈസൂര്, പിന്നെ മസനഗുഡി, ബന്ദിപ്പൂര്. പിന്നെ ഇതാ ഈ റോഡിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാൽ കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ കഴിയും. കുറേ ആൾക്കാർ ഇങ്ങനെ കൃഷികളൊക്കെ കണ്ടു. അവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്. ആ ഭാഗത്തേക്ക് മൊത്തം നമ്മൾ ഈ ബോർഡറിൻ്റെ അവിടെ എത്തി. ഈ ഒരു ഏരിയ പറയുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയ ഫുള്ള് കൃഷി എടുക്കുന്ന ഏരിയ കേട്ടോ. ഫുള്ളായിട്ടും ഇതാ ഈ ഒരു ഏരിയ ഉണ്ട് ഞങ്ങൾ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്. പിന്നെ ഇതാ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നോക്കി ഫുൾ കൃഷി എടുക്കുന്ന ഒരു ഏരിയ. ഓക്കെ, ഇവിടുന്ന് നേരെ മൈസൂർ റൂട്ടാണ് പോകണം കേട്ടോ. നേരെ മൈസൂർ റൂട്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു കോഫി കുടിക്കാൻ വെച്ചിട്ടോ. കോഫി നമുക്ക് നോക്കി നോക്കാം. भैया स्पेशल कॉफ़ी. കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരം, കറക്റ്റ് മധുരം. മൈസൂർ ബോർഡറിൽ മാത്രം കിട്ടുന്ന പിങ്കോ കേട്ടോ. ഇതാണ് പിങ്കോ. നല്ല ഓയിലായിട്ട് പഞ്ചസാര കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു നോക്കാൻ എന്തായാലും. എന്താ അറിയില്ല, വേറെ തന്നെ ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ സാധനം ഇല്ല. ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വെച്ചാൽ. ഓക്കെ, മൈസൂർ റൂട്ട് പിടിക്കാൻ പോകട്ടോ. ഓക്കെ, അവിടെ എത്തിയപ്പോൾ മാനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മാൻ. ടൈഗറൊക്കെ ഉള്ള മെയിൻ ഏരിയ ഉണ്ട് ഈ സ്ഥലം. ഫോറസ്റ്റിൽ അങ്ങോട്ട് ഇങ്ങനെ കയറണ വയ്യാട്ടോ. ചെക്കിംഗ് ഉണ്ട്, ചെക്കിംഗ് പോസ്റ്റ്.
ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് മാനുണ്ട് നോക്കി, മാനിൻ്റെ കൂട്ടം, മാൻകൂട്ടം. ഒരു ചായയും ഒരു പയമ്പരും കഴിക്കാൻ ചെയ്യും. നല്ല ടയർഡാണ്. മൈസൂർ വഴി, വന്ദിപ്പൂർ വഴി, ഊടല്ലൂർ വഴി നേരെ വയനാട്ടിലേക്ക് തന്നെ വേഗം കയറിക്കണം കേട്ടോ. അപ്പോൾ ഇതാ തെയ്യൽ തോട്ടൊക്കെ ഇതാ നൈസ് വൈബ്. അവിടെയൊക്കെ നല്ല തെയ്യലുണ്ടായിട്ടോ. പക്ഷെ എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നുപോയി, ഫ്രണ്ടിലേക്ക് വന്നുപോയി. ഇതൊക്കെ നല്ല ഫുള്ള് തെയ്യലാണ്. അപ്പോൾ ഈ വഴി നേരെ വയനാടാണ് പിടിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റ് ഏരിയ ഉള്ളൊരു വ്ളോഗ് ഒന്ന് നോക്കി നോക്കിയതാണ്. ഓക്കെ, ഇതങ്ങനെ നേരെ ഈ പ്ലേസിൽ ഇങ്ങനെ വന്നതാണ്. ഈ പ്ലേസിൽ അങ്ങനെ നേരെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോണ്. ഇത് വയനാട് എത്തിയില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഊടല്ലൂർ വഴി വയനാട് റൂട്ട് വന്നപ്പോൾ നമ്മൾ ഉരുൾപൊട്ടിയ സ്ഥലമില്ലേ മറ്റേ ചൂരൽമര. അപ്പോൾ അതാ നമ്മളാ ഭാഗത്താണല്ലോ. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ അതാ ഉണ്ടോ ഒന്നായിട്ട് മറ്റേ ഈ ഇതുണ്ടല്ലേ ഈ ഭാഗത്തായിട്ട് വരുന്നത്, സെൻറ്റർ ഭാഗത്തുണ്ടല്ലേ ചെറിയൊരു ഇതൊക്കെ എടുക്കുന്നത്, സെൻറ്ററിലുണ്ടോ ചെറിയൊരു ഇത്, അവിടെ ആണുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ക്യാമറ കൂടി നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല, ചെറിയൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം, ചൂരൽമര ഒന്ന് പോയോക്കാം. ഓക്കെ, ലൊക്കേഷൻ ഇതാ ഇട്ടുകൊണ്ട് കേട്ടോ. ലൊക്കേഷൻ ഇതാ നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ പിന്നെ ഇതാ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തി. അപ്പോൾ ഇതാ ഇപ്പോൾ ലൊക്കേഷനിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ലൊക്കേഷൻ നോക്കിയിട്ടാ പോവാം. എന്താ വെച്ചാൽ അവിടേക്കുള്ള ലൊക്കേഷൻ കിട്ടില്ല. ലൊക്കേഷൻ കിട്ടാത്തതിന് കൊണ്ട് അതങ്ങനെ ലൊക്കേഷൻ ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം. എന്താ വെച്ചാൽ അന്ന് അവിടെ ദുരിതം ഉണ്ടായിട്ട് പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാം. അങ്ങനെ ലൊക്കേഷൻ സെറ്റായിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം. ഓക്കെ, റൈറ്റ്. ഗായ്സ്, നമ്മളിതാ ചൂരൽമര വരെ പോയി. പക്ഷെ എന്താ വെച്ചാൽ അവിടേക്ക് കടത്തി വിടില്ല. അവിടെ ഫുള്ള് ബ്ലോക്കൊക്കെ ഇട്ടിക്കാണ്. മറ്റേ കേരള പോലീസിൻ്റെ ഇതൊക്കെ ഉണ്ട്. അവിടുന്ന് വീഡിയോ എടുക്കാനും പറ്റില്ല. ചെറിയൊരു ക്ലിപ്പ് എടുത്തിക്കണ്, സ്ക്രീനിലാണ്ടാവും. അതുവരെ നമ്മൾ പോയി. പക്ഷെ എന്താ വെച്ചാൽ അവിടുന്ന് കയറ്റി വിട്ടില്ല. ഗായ്സ്, ഇതാ ഈ മല പൊട്ടിയ കേട്ടോ. നമ്മുടെ ചൂരൽമര അല്ലേ, ചൂരൽമല. ഇതാണ് പൊട്ടിയത്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം പൊട്ടിയത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഗായ്സ്. അപ്പോൾ ഇതാ വൈകുന്നേരമായിട്ട് മഞ്ഞൊന്നും പോയില്ല കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഈ റോട്ടിലുള്ളത് അങ്ങനെ റിട്ടേൺ പോവാണ്. എന്താ വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ പോയതെന്ന് വെച്ചാൽ ആദ്യം നേരെ വയനാട് കയറി, വയനാട് വഴി നേരെ കർണാടക കയറി, കർണാടക വഴി നേരെ എന്താക്കി ഊട്ടി കയറി, പിന്നെ ഊട്ടി തമിഴ്നാട് ആ വഴി നേരെ വൈത്തിരി കൽപ്പറ്റ ചൂരൽമര. പക്ഷേ ചൂരൽമര എന്താ വെച്ചാൽ പോകാൻ പറ്റില്ല. അവിടെ എന്താ വെച്ചാൽ മറ്റേ ദുരന്തം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോയാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടേക്ക് കയറ്റി വിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ഷോർട്സൊക്കെ മിസ്സായിക്കണ്. അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ ഓഫായി, അങ്ങനെ കുറേ പ്രശ്നം വന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഓവർ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ഷോട്ട് എടുത്തിനും ഒക്കെ മിസ്സായിപ്പോയി. ഒന്നാമത് മൈക്കൊന്നുമില്ല, മൈക്കില്ലാത്ത പ്രശ്നം കൊണ്ട് അങ്ങനെ കുറേ ഷോട്ടൊക്കെ മിസ്സായിക്കണ്. കുഴപ്പമില്ല, എന്നോട് പറ്റുന്ന രീതിക്ക് എന്തായിരിക്കും ഞാൻ ഷോട്ട് കാര്യങ്ങളൊക്കെ എടുത്തിക്കണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതെന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്താട്ടോ, മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്താണ്, ഊട്ടിയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്ത് വന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ വയനാട് വരാണെങ്കിൽ വയനാട് നിങ്ങൾക്ക് റിസോർട്ട് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഏരിയ പറഞ്ഞാൽ ഒന്ന് എന്താ പറയുക വൈത്തിരി, പിന്നെ കൽപ്പറ്റ, പിന്നെ ചൂരൽമല. അതിന് അങ്ങോട്ട് പോകണ്ട. ഈ 3 ഏരിയയിൽ നിങ്ങൾ നിൽക്കാവും. ഈ 3 ഏരിയയിൽ നിങ്ങൾ റിസോർട്ട് എടുക്കാവും. അവിടെയാണ് നല്ല റിസോർട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഊട്ടി പറയുകയാണെങ്കിൽ ഏതാണ്ട് അതേമാതിരി തന്നെ ഓവർ ലോങ് പോകണ്ട. ഊട്ടീൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്, കുറേ റിസോർട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വയനാട് പറയുകയാണെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. വയനാട് പറയുകയാണെങ്കിൽ ആ ഒരു കരസ്മ വയനാടിന് എപ്പോഴും ഉണ്ട്. അവിടെ പറയാൻ നമ്മൾ കാണാത്ത കുറേ സ്ഥലമുണ്ട് ഈ വയനാട് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ കുറേ ഷോട്ടൊക്കെ മിസ്സായിരിക്കണം. ഇതിനോട് പറ്റിയ രീതിക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ ഇനി വരാണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടക്കാണ്, ഇങ്ങനെ തുടങ്ങണുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രാവൽ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വരാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഐറ്റംസിൻ്റെ വ്ളോഗ് വരാണ്ട്, പല രീതിയിൽ പല ഐറ്റംസുള്ള വ്ളോഗൊക്കെ വരാണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണാനാണ് ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും ഒരുപാട് വീഡിയോസ് ഇനി വരാണ്ട്. ആൾക്കാരൊക്കെ പോകുമ്പോൾ ആറ്റാട്ടുണ്ട്. ഞാൻ എന്താ വലിയ സംഭവം എന്താ വിചാരം, വലിയ യൂട്യൂബറൊക്കെയാണെന്ന് വിചാരം. എന്തായാലും ഇൻഷാല്ലാ യൂട്യൂബറൊക്കെ ആകുമ്പോൾ സെറ്റാവും. അപ്പോൾ എന്താ വെച്ചാൽ അതാണ്, ചാനൽ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് വരാണ്ട്. ഓക്കെ, മൈ ലൈഫ് വ്ളോഗ് എല്ലാ ഐറ്റംസ് വരാണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടാറ്റ, നമുക്ക് അടുത്ത വ്ളോഗിലാണോ. ഓക്കെ.